പ്രതികാരം അത് വീട്ടാനുള്ളത് തന്നെയാണ്. അതിനി ആരായാലും. അന്ന് മക്കയിലെ ശത്രുക്കളുടെ അക്രമം സഹിക്കാതെ മക്ക വിട്ട് മദീനയിലെത്തിയ റസൂലും സ്വഹാബത്തും ഒരു വലിയ സൈന്യവുമായിട്ട് മക്ക പട്ടണം കീഴടക്കാൻ വരുന്നുണ്ട്. ഇത് കേട്ടതോടെ ശത്രുക്കൾ പേടിക്കാൻ തുടങ്ങി. മുമ്പ് അവരോട് കാണിച്ച അക്രമങ്ങൾക്ക് റസൂൽ പ്രതികാരം ചെയ്യുമോ എന്നുള്ളതായിരുന്നു അവരുടെ പേടി. മക്കയിലേക്ക് പ്രവേശിച്ച റസൂൽ വളരെ കരുണയോടെ മക്ക നിവാസികളോട് പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ മേലൊരു കുറ്റവുമില്ല, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ സ്വതന്ത്രരാണ്. റസൂലിനോട് അത്രയും അക്രമം കാണിച്ചവരോട് റസൂൽ പ്രതികാരം ചെയ്തത് അവരുടെ കരുണ കാണിച്ചുകൊണ്ടാണ്. അത് ശത്രുക്കളുടെ മനസ്സുപോലും വല്ലാണ്ട് പിടിച്ചുലച്ചിട്ടുണ്ട്. നമ്മളെ വേദനിപ്പിച്ച ഒരാളെ തിരിച്ച് വേദനിപ്പിക്കാനുള്ള ശക്തി ഉണ്ടായിട്ടും അവരോട് കരുണ കാണിക്കുന്നിടത്താണ്, ദയ കാണിക്കുന്നിടത്താണ് നമ്മളെ മഹാന്മാരാക്കുന്നത്. പ്രതികാരം ചെയ്യണം, വേദനിപ്പിച്ചിട്ടല്ല, അവരോട് കരുണ കാണിച്ചിട്ട്, ദയ കാണിച്ചിട്ട്. ഒരു പക്ഷേ അതായിരിക്കും അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രതികാരം.